എല്ലാവർക്കും സ്വാഗതം. പി എച്ച് സിയിൽ ചേരാൻ ആളില്ല. 9010 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതാണ് ഇന്നത്തെ വിഷയം. നിങ്ങളിത് കേൾക്കണം. പ്രത്യേകിച്ച് ഇതുവരെ +1 അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, ഹയർ സെക്കൻഡറിയിൽ കിട്ടാത്ത കുട്ടികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കിട്ടാത്ത കുട്ടികൾ എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ നമുക്കറിയാം, പി എച്ച് സിയിൽ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ, ഇപ്പൊ തേർഡ് അലോട്ട്മെന്റ് പി എച്ച് സിയിൽ കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോൾ 9010 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. വി എച്ച് എസ് സിയില് കേരളത്തിൽ ഒട്ടാകെ 30,000 സീറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ പ്ലസ് ഹയർ സെക്കൻഡറിയിൽ 9,000 സീറ്റ് അല്ല, 10-20,000, അതിനൊക്കെ വളരെ 10-25-30,000 സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോൾ. പക്ഷെ അവിടത്തെ വിഷയം പോലെ അല്ല ഇത് ആകെ 30,000 സീറ്റുകളെ കേരളത്തിലുള്ളൂ. ആ 30,000 സീറ്റുകളിൽ എന്താണ്, ഇതില് പിന്നെ 9010 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ സംസ്ഥാനത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന VHC എല്ലാ സ്കൂളിലും ഇല്ല. ഹയർ സെക്കൻഡറി പോലെ അത്രയും വ്യാപകമായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇല്ല. സംസ്ഥാനത്ത് 389 സ്കൂളുകളിൽ മാത്രമാണ് VHC ഉള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ കിട്ടാതെ നിൽക്കുന്ന കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കണം. ഞാൻ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ 389 സ്കൂളുകളിലാണ് ശരിക്കും VHC ഉള്ളത്. ആകെ 1000 ബാച്ചുകളുണ്ട്. ഈ 389 സ്കൂളുകളിലായിട്ട് 1000 ബാച്ചുകളുണ്ട്. അതാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പോൾ 1000 ബാച്ചുകൾ എന്ന് പറയുന്നത്, ഒരു ബാച്ചിൽ 30 കുട്ടികളാണ് ഉള്ളത്. ഒരു ബാച്ചിൽ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പോലെ, +1 ഹയർ സെക്കൻഡറി പോലെ 60, 50, 60, 65 കുട്ടികൾ ഇല്ല. ഇപ്പൊ നമുക്കറിയാം, ഹയർ സെക്കൻഡറിയിൽ 50 ഉള്ള ബാച്ച് ഉണ്ട്, 60 ഉള്ള ബാച്ച് ഉണ്ട്. ഇപ്പോൾ 20% കൂട്ടിയപ്പോൾ 65 കുട്ടികളുള്ള ബാച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹയർ സെക്കൻഡറി +1-ല് 60-65 കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് അധ്യയനം നടത്തുകയാണ്. അത്രയും വലിയ ബാച്ചുകളാണ് ഈ +1 ഹയർ സെക്കൻഡറിയിലുള്ളത്. എന്നാലും VHC ക്ലാസ്സുകളിൽ 30 കുട്ടികൾ മാത്രമേ ഒരു ബാച്ചിലുള്ളൂ. ഇതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഇതിന് പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ സൗകര്യം ഒരു പരിധി കൂടുതൽ, അതായത് നമ്മൾ ഈ പഠിക്കാനുള്ളതിൽ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ VHC-യിൽ പോകാത്തത്, +1-നെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ VHC-യിൽ ഉള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, അവിടുത്തെ വിഷയങ്ങൾ രണ്ടും തുല്യമാണ്. +1 ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിഷയങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിഷയങ്ങളും തുല്യമാണ്. 5 വിഷയങ്ങൾ തുല്യമാണ്. 6 ഒരു വിഷയം മാത്രമാണ് ബാക്കി വ്യത്യാസമുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് ഞാൻ പറഞ്ഞാൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത് കൂടാതെ VHC-യിൽ വരുന്നത് കുറേ സാധനങ്ങളുണ്ട്. സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ടെക്നോളജി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി, അല്ലെങ്കിൽ മെഷീനറി ആൻഡ് പവർ എഞ്ചിനീയറിംഗ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സബ്ജക്റ്റാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്തില്ല, ബയോളജി അവിടെ ആ സയൻസ് ഗ്രൂപ്പിൽ ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ +1-ൽ പഠിക്കേണ്ട വിഷയങ്ങളും ഇവിടെ രണ്ടിടത്തും എന്ത് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്. രണ്ടിടത്തും ഇംഗ്ലീഷും മലയാളവും പഠിക്കുന്നുണ്ട്. രണ്ടിടത്തും കെമിസ്ട്രി ഉണ്ട്. രണ്ടിടത്തും മാത്തമാറ്റിക്സ് ഉണ്ട്. ഇപ്പൊ സയൻസ് ഗ്രൂപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിൽ മാത്രമേ ഒരു വിഷയം മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് പോയാൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഹ്യൂമാനിറ്റീസിലേക്ക് പോയാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഈ നാലാമത്തെ സബ്ജക്റ്റ് പല മാറ്റങ്ങൾ വരും. അതിലൊന്നാണ് ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സ് ഹ്യൂമാനിറ്റീസിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു അഡീഷണൽ സബ്ജക്റ്റാണ്. കൊമേഴ്സും ഉണ്ട് VHC-യിൽ. VHC-യിൽ കൊമേഴ്സ് ഉണ്ട്. VHC-യിലെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഈ നാലാമത്തെ ഈ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് പബ്ലിഷിംഗ്. ഒരെണ്ണം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സ്കൂളിലും
നാലാമത്തെ വിഷയത്തിന് ഈ പിന്നെ അതായത് ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാറ്റം ഉണ്ടാവും. വൊക്കേഷണൽ സബ്ജക്റ്റ് മാത്രം മാറ്റമാണ്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആകെ കോഴ്സുകളുടെ എണ്ണം 84 കോഴ്സുകളുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 84 കോഴ്സുകളുണ്ട്. പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അവിടെ സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്. ചെറിയ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. ഒരു വൊക്കേഷണൽ കോഴ്സ് മാത്രമാണ് മാറ്റം. അങ്ങനെ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് മാത്രം മാറുന്നത് നമുക്ക് ആ സബ്ജക്റ്റ് കൂടി പഠിക്കാൻ അവസരം കിട്ടുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ ആ വൊക്കേഷണൽ സബ്ജക്റ്റിൽ ഉയർന്ന തലം പഠിച്ച് നമ്മുടെ ഒരു ജീവിതമാർഗമായിട്ട് ആ വൊക്കേഷണൽ സബ്ജക്റ്റ് മാറിക്കൂടായില്ല. അതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഞാൻ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് ആൻഡ് പബ്ലിഷിങ്, അതൊരു വൊക്കേഷണൽ സബ്ജക്റ്റാണ്. അതിൽ നമ്മൾ ഉയർന്നു പഠിച്ചുകൂടായില്ല. മറ്റൊന്ന് പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നമ്മൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, ടൂറിസം ഡെവലപ്മെന്റ്, അത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ഉയർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തില് അനന്തമായ സാധ്യതകളുള്ള ഒരു വിഭാഗമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സാധാരണഗതിയിൽ അധികം കുട്ടികളും ഈ VHSCയിലേക്ക് പോകുന്നില്ല, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 30 കുട്ടികളാണ് ഒരു ബാച്ചിലുള്ളത്. അതെന്താ പറഞ്ഞാൽ ഈ വൊക്കേഷണൽ സബ്ജക്റ്റിന്, ഞാൻ പറഞ്ഞ നാലാമത്തെ സബ്ജക്റ്റിന് പ്രത്യേകമായിട്ട് പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ചെറിയ ബാച്ചിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് 30 പേരുള്ള ബാച്ചുകളാക്കി മാറിയിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ VHSCയിലാണെങ്കിൽ കുറഞ്ഞത് ഒരു ബാച്ചിൽ 15 കുട്ടികളെങ്കിലും വേണമെന്നാണ് കണക്ക്. നമുക്കറിയാം ഒരു ബാച്ച് ഫുൾ ആകണമെങ്കിൽ 30 കുട്ടികൾ വേണം. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബാച്ച് തുടർന്ന് പോകണമെങ്കിൽ 15 കുട്ടികളെങ്കിലും വേണമെന്നാണ് കണക്ക്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, സംസ്ഥാനത്ത് 15 കുട്ടികൾ തികയാത്ത 190 ബാച്ചുകൾ ഇപ്പോൾ ഉണ്ട്. ഇത് തേർഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. സംസ്ഥാനം ഒട്ടുക്കും എടുത്താൽ ആകെ 30 കുട്ടികളിൽ 15 കുട്ടികൾക്ക് താഴെ മാത്രം കുട്ടികളുള്ള 190 ബാച്ചുകൾ നിലവിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് 1000 ബാച്ചുകളിൽ 190 ബാച്ചുകളിൽ എന്തില്ല, 15 കുട്ടികളിൽ താഴെ മാത്രമാണ് പ്രവേശനം നേടിയിട്ടുള്ളത്. എന്നാൽ അത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം. എന്നാൽ ഏറ്റവും രസകരമായ അവസ്ഥ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 5 കുട്ടികൾ പോലും പ്രവേശനം നേടാത്ത 15 ബാച്ചുകളും സംസ്ഥാനത്തുണ്ട്. 30 കുട്ടികൾ വേണ്ട സ്ഥലത്ത് 5 കുട്ടികൾ പോലും പ്രവേശനം നേടാത്ത 15ഓളം ബാച്ചുകളും കേരള സംസ്ഥാനത്ത് ഉണ്ട്. അപ്പൊ ഇതാണ് VHSCയുടെ ഒരു സ്ഥിതി. VHSCയിൽ കുട്ടികൾ ഒരു അട്രാക്റ്റീവ് ആകുന്നില്ല. ഒന്ന്, അത് മനസ്സിലാക്കാൻ കുട്ടികളെ മനസ്സിലാക്കാൻ, തിരിച്ചറിയിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. കുട്ടികൾ അത് മനസ്സിലാക്കുന്നുമില്ല. എല്ലാവരും ഈ ഹയർ സെക്കൻഡറിയുടെ പുറകെയാണ്. അത് നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ സത്യത്തിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് VHSCയിലും. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സബ്ജക്റ്റ് മാത്രം മാറ്റുന്നുള്ളൂ. ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അതേ സംഗതിയാണ്. പരീക്ഷ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. സർട്ടിഫിക്കറ്റ് എല്ലാം +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ്, +2ന്റെ മാർക്ക് ലിസ്റ്റ്. അല്ലെ, ഇംഗ്ലീഷും ലാംഗ്വേജും ഒക്കെ സെയിം ആണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ സയൻസും ഞാൻ പറഞ്ഞല്ലോ, സയൻസും ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എന്താ കോഴ്സ് എന്നൊക്കെ വേറെ വ്യത്യാസമുള്ളതെന്നൊക്കെ എല്ലാവരും ധരിച്ചു. അവിടെ സയൻസും ഉണ്ട്, കൊമേഴ്സും ഉണ്ട്, ഹ്യൂമാനിറ്റീസും ഉണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടോ രക്ഷിതാക്കളും കുട്ടികളും ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ ഒരു രണ്ടാം കിട കോഴ്സായിട്ടാണ് കാണുന്നത്. അതാണ് സത്യം. സത്യത്തിൽ അങ്ങനെയല്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റിനും മാർക്ക് ലിസ്റ്റും ഒക്കെ ഒരേ വില തന്നെയാണ് ഉള്ളത്. ഒരേ വാല്യൂ ആണ്, ഒരേ മൂല്യമാണുള്ളത്. അപ്പോൾ ഈ VHSC കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ നമ്മൾ വൊക്കേഷണൽ സബ്ജക്റ്റ് പഠിച്ചു, ഇപ്പോൾ ടൂറിസം മാനേജ്മെന്റ് അങ്ങനെയുള്ള കോഴ്സുകൾ
നമ്മൾ പഠിച്ചു. അപ്പോൾ അവൻ്റെ കോഴ്സ് എന്തായിരുന്നു? ഇപ്പോൾ ടൂറിസത്തിൽ ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ ആൻഡ് ടൂറിസം. ആ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഡിഗ്രി എടുക്കാം നമുക്ക്, അതിൽ ഉയർന്നു പോകാം. അതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ്, ശരിക്കും നമുക്ക് ഒരു ജോലി കിട്ടുന്ന തരത്തിലുള്ള കോഴ്സുകളാണ്. അക്കൗണ്ടിങ് ആൻഡ് പബ്ലിഷിംഗ് അത് മറ്റൊരു പ്രൊഫഷണൽ കോഴ്സുകളാണ്. അപ്പോൾ ഇത് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ കൂടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്നു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. സാധാരണ പ്ലസ് വണ്ണിലെ ആകെ 6 വിഷയം മൊത്തം ഉള്ളത്, അതിൽ 5ഉം സെയിമാണ്. പ്ലസ് വണ്ണും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അല്ലും ഓരോന്നിലും 6 വിഷയങ്ങളാണ് ഉള്ളത്. ആ 6 വിഷയങ്ങളിൽ 5ഉം ഒരേപോലെയാണ്. പക്ഷെ ഒരു വിഷയത്തിന് മാത്രമാണ് ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് അവിടെ പഠിപ്പിക്കുന്നത്. അത് പഠിച്ചാൽ ജോലി സാധ്യത കൂടുതലുള്ള സബ്ജക്റ്റാണ് അവിടെ. അത് നമുക്ക് ആ രീതിയിൽ ഡിഗ്രി പഠിക്കാം. മറ്റ് ഫിസിക്സിൽ ഡിഗ്രി എടുക്കാം, കെമിസ്ട്രിയിൽ ഡിഗ്രി എടുക്കാം, മാത്തമാറ്റിക്സിൽ ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡിഗ്രി എടുക്കാം, മലയാളത്തിൽ ഡിഗ്രി എടുക്കാം. ഏത് രീതിയിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാവുന്ന സാധ്യതകൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും രക്ഷിതാക്കളും കുട്ടികളും അതിനെ ഒരു രണ്ടാംകിട കോഴ്സായിട്ട് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഇപ്പം നടക്കുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും വരും, ഇവിടെ ഹയർ സെക്കൻഡറിയിലും വരും. നിങ്ങൾ രണ്ടിടത്തും അപേക്ഷ കൊടുക്കണം. പ്രത്യേകിച്ച് കിട്ടാത്ത കുട്ടികൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇതുവരെ പ്രവേശനം കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അവിടെ വേറൊരു അപേക്ഷയാണ്, ഓൺലൈനായിട്ട് തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അവിടെ അപേക്ഷ കൊടുക്കണം. ഇപ്പുറത്ത് പ്ലസ് വണ്ണിനും ഹയർ സെക്കൻഡറിയിലും നിങ്ങൾ അപേക്ഷ കൊടുക്കണം. രണ്ടിടത്തും കൊടുക്കാം. ഒരിടത്ത് ചേർന്നുകൊണ്ട് അത് അവിടെ ഒഴിവാക്കി ഇപ്പുറത്ത് വരാം, ഇവിടെ ചേർന്നാൽ ഇത് ഒഴിവാക്കി അപ്പുറത്ത് പോകാം. കാരണം ഇത് രണ്ടും ഒരു സ്കീമിൻ്റെ ഭാഗമല്ല, ഒരു ജാലകത്തിൻ്റെ ഭാഗമല്ല, ഏകജാലകത്തിൻ്റെ ഭാഗമല്ല. രണ്ടും രണ്ടാണ്. അപ്പം അതുകൊണ്ട് രണ്ടിടത്തും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ കൊടുത്താൽ അവിടെ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെ ഇവിടെ കിട്ടിയാൽ എന്ത് ചെയ്യും? എവിടെയാണോ നിങ്ങൾക്ക് രണ്ടിടത്തും കിട്ടിയെന്ന് വെച്ചോ, രണ്ടിടത്തും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളിടത്ത് ചേരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? സപ്ലിമെൻ്ററി അപേക്ഷ വരുന്നുണ്ട്. സപ്ലിമെൻ്ററി അപേക്ഷയിൽ ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, VHSയിൽ 7-ാം തീയതി വരെ, 7-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നാണ്, ചൊവ്വാഴ്ച, ഇന്ന് വരെ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉടൻ വരും. ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ കൊടുക്കണം. നമുക്കറിയാം, ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിൽ 13-ാം തീയതിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അവിടെയും നിങ്ങൾ അത് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പോൾ എവിടെയാ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ പോകാം. ഇപ്പോൾ VHSയിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയെന്ന് വെച്ചോ, ഇതിനു മുമ്പ് തന്നെ VHSയിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്റ് കൊടുക്കാം. ഹയർ സെക്കൻഡറി സപ്ലിമെൻ്റ് കിട്ടിയാൽ അവിടുന്ന് ഒഴിവായിട്ട് അവിടുന്ന് TC ഒക്കെ മേടിച്ച് ഇവിടെ വന്ന് ചേരാം. അല്ല, നിങ്ങൾ ഇവിടെ സ്ഥിരപ്രവേശനം നേടി, അതായത് ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിൽ സ്ഥിരപ്രവേശനം നേടി, നിങ്ങൾക്ക് പക്ഷേ ഈ പ്ലസ് വണ്ണുമായിട്ട് ഒക്കുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് വൊക്കേഷൻ VHSയിൽ അപേക്ഷ കൊടുക്കാം. ഈ സപ്ലിമെൻ്ററിയിൽ ഇവിടെ സ്ഥിരമായിട്ട് ചേർന്ന കുട്ടികൾക്ക് അവിടെ VHSയിൽ അപേക്ഷ കൊടുക്കാം. അവിടെ കിട്ടിയാൽ ഇവിടുന്ന് TC ഒക്കെ മേടിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടായതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം ഇല്ല. അപ്പോൾ നമ്മൾ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ഇവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, അവിടെ കിട്ടിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം കിട്ടുന്നതിൽ. അതേസമയം ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിൽ ഒരിടത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററിയിൽ അപേക്ഷിക്കാൻ പറ്റില്ല. ഇത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറം നമുക്ക് അപേക്ഷിക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹയർ സെക്കൻഡറി ഉള്ളത്രയും സ്കൂളുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 389 സ്കൂളുകളിൽ മാത്രമേ എന്തുള്ളൂ, VHSC ഉള്ളൂ. 1000 ബാച്ചേ ഉള്ളൂ. ആകെ 30,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും 9,010 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരുപാട് കുട്ടികൾക്ക് പ്രവേശനം കിട്ടാനുള്ള സാധ്യത നിൽക്കുന്ന ഒന്നാണ് ഈ 9,010 സീറ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ കിട്ടാത്ത
കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പിന്നെ തേർഡ് അലോട്ട്മെന്റ്, അതായത് 29-ാം തീയതി വരെ തേർഡ് അലോട്ട്മെന്റ് വരുന്നത് വരെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു പ്രശ്നമില്ല. ആർക്കും ഉമ്മയ്ക്ക് പ്രശ്നമുണ്ടില്ല, ഉപ്പയ്ക്ക് പ്രശ്നമുണ്ടോ, ആർക്കും പ്രശ്നമില്ല. 29-ന് തേർഡ് അലോട്ട്മെന്റിലും കൂടി വരാതിരുന്നപ്പോഴത്തേക്ക് ആർക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് രക്ഷിതാക്കൾക്ക്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ഉറക്കില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ അവരെയൊക്കെ സമാധാനപ്പെടുത്തല ഈ കണക്കുകൾ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഈ ഉറക്കം ഉണ്ടാവില്ല, കാരണം ഈ കുട്ടികളെ എവിടെയെങ്കിലും നമുക്കൊരു സീറ്റ് കിട്ടി അവരെ ഒരു വിദ്യാഭ്യാസം നടത്താനുള്ള അവസരം കിട്ടിയില്ലേ നമുക്കൊരു സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, അത് സത്യമാണ്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾ പ്രത്യേകിച്ച് കുട്ടികളും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിനടുത്ത് പോയി വരാൻ പറ്റുന്ന സ്ഥലത്തിൽ എവിടെയാണ് VHC ഉള്ളതെന്ന് കണ്ടുവെക്കുക. നിങ്ങളുടെ വീടിനകത്ത് പോയി വരാൻ പറ്റുന്ന ദൂരത്തിൽ VHC എവിടെയാണുള്ളത് എന്ന് കണ്ടുവെക്കുക. അവിടുത്തെ കോഴ്സുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോഴ്സുകൾ മനസ്സിലാക്കി വെച്ച് അപേക്ഷിക്കുക. സപ്ലിമെൻ്ററിയുടെ സമയം വരുമ്പോൾ നിങ്ങൾ മാർക്ക് കുറഞ്ഞവർ ദയവ് ചെയ്ത് സയൻസ് ഗ്രൂപ്പ് ഒന്നും എടുക്കാൻ പോകണ്ട. ആ VHCയിൽ പോകാൻ താല്പര്യമുള്ളവർ അവിടെ കൊമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, സയൻസ് ഗ്രൂപ്പ് എടുക്കണ്ട. അപ്പോൾ അങ്ങനെ ഉള്ളത് എവിടെയാണോ അവിടെ ഏതൊക്കെ കോഴ്സാണോ ഉള്ളതെന്ന് നിങ്ങൾ അന്വേഷിച്ച് വെക്കുക. നമുക്കറിയാം ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ സപ്ലിമെൻ്ററി വരും, അപ്പോഴേക്ക് ഇവിടെയും സപ്ലിമെൻ്ററി വരും. ഇവിടെ സപ്ലിമെൻ്ററി കൊടുത്താൽ നിങ്ങൾക്ക് 100% ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ കൊടുത്താലും 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എവിടെയാണോ നമ്മൾ സപ്ലിമെൻ്ററിക്ക് ഓർമ്മിക്കുക, സീറ്റ് ബാക്കി വന്നാൽ 2 അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തേൽ ഇവിടെ നിന്നുള്ളവർ കുറേ പേര് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലൊക്കെ തന്നെ പിന്നെയും ബാക്കി കിടന്നാൽ രണ്ടാമതൊരു അലോട്ട്മെൻറ്റ് കൂടി നടത്തും. അപ്പോൾ സപ്ലിമെൻ്ററിക്ക് VHCയിലായാലും ശരി, +1-ലായാലും ശരി, ഈ ഹയർ സെക്കൻഡറിയിലായാലും ശരി, അലോട്ട്മെൻറ്റ് ഒരെണ്ണമായിരിക്കില്ല, 2 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തേതിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഇവിടെയോ അവിടെയോ, അതായത് +1 HSCയിലോ ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ VHCയിലോ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് വെക്കുക. ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒരേ വിലയാണ്. സർട്ടിഫിക്കറ്റിനൊക്കെ ഒരേ വിലയാണ്, വ്യത്യാസമില്ല. VHC നമ്മൾ രണ്ടാം കിട കോഴ്സായിട്ട് കാണരുത്, തുല്യം കോഴ്സുകളാണ്. അത് വൊക്കേഷനിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തൊഴിലധിഷ്ഠിത വിഷയം കൂടി അത് പഠിപ്പിക്കുന്നുണ്ട്, അത് വലിയ കാര്യമല്ലേ. അപ്പം പ്രത്യേകിച്ച് ഈ മാർക്ക് കുറഞ്ഞിട്ടുള്ള ഗ്രേഡ് കുറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് +1 ഹയർ സെക്കൻഡറിയേക്കാൾ കുറച്ചുകൂടി നല്ലത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരിക്കും. അവിടെ നമ്മൾ ആ വൊക്കേഷണൽ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് നോക്കി ചേരാൻ വേണ്ടി ശ്രമിക്കാം. ചില കുട്ടികൾക്കൊക്കെ 2-3 സ്കൂൾ അപേക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തൊട്ടടുത്ത് തന്നെ 2-3 സ്കൂളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 2 സ്കൂളെങ്കിലും കിട്ടും. അവിടെ ചില സ്കൂളിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ VHC ഉണ്ട്, ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളുണ്ട്. VHC ഉണ്ട്, ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളും നിലവിൽ ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടിടത്തും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കൊടുക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും, ഇതുവരെ പ്രവേശനം നേടാത്ത കുട്ടികളും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടനെ വരും. ആ വരുമ്പോൾ ഞാൻ VHCയുടെ സപ്ലിമെൻ്ററി വന്നാലും നിങ്ങൾക്ക് അന്നേരം തന്നെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ അത് നമുക്ക് അവിടെ അപേക്ഷിക്കാൻ കഴിയും. +1 HSC വരുമ്പോൾ അവിടെയും നമ്മൾ അപേക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ പൊതുവേ കിട്ടാത്തവർ ഗ്രേഡ് കുറഞ്ഞവരായിരിക്കുമല്ലോ, അവർ അതേസമയം 88-90% മാർക്ക് കിട്ടി ഇതുവരെ ഇവിടെ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ സയൻസ് കിട്ടാൻ വേണ്ടി അവിടെ പ്രിഫർ ചെയ്യാം. ബയോളജി ഇല്ലാത്തത് കൊണ്ട് ബയോളജി പരമായിട്ടുള്ള കോഴ്സിലേക്ക് പിന്നെ അത് പോകാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു നേഴ്സിങ്ങിന് പോകണം, അപ്പോൾ അത് ബയോളജി പഠിക്കണം. അത് ബയോളജി ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടായില്ലെങ്കിൽ അതാണ് അതിലുണ്ടാകുന്ന ഒരു വിഷയമുള്ളൂ. ബാക്കി ഒന്നും എല്ലാം ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ഗ്രേഡ് കുറഞ്ഞവരാണെങ്കിൽ കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ കൊടുക്കുക. ആ സമയത്ത് ഇത് വരുന്ന നിങ്ങൾ അതിനു മുമ്പ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക, എവിടെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. എനിക്ക് പറയാനുള്ളത്, ഈ രക്ഷിതാക്കളോട് പറയാനുള്ളത്, അവസരങ്ങൾ നമ്മൾ കളയരുത്. ഇങ്ങനെ ഓരോ ചാൻസ് വരികയാണ്, ആ ചാൻസ് വന്ന് ഇവിടെ കിട്ടിയില്ലേ അവിടെ നമ്മൾ പഠിക്കണം. അവിടെ അപേക്ഷ കൊടുത്തിട്ടാൽ മാത്രമേ അന്നേരം നമുക്ക് തീരുമാനിക്കാം, എവിടെയാണ് വേണ്ടതെന്ന് അപ്പോൾ തീരുമാനിക്കാം. അപേക്ഷ കൊടുത്തിടണം, അല്ലേ? അപേക്ഷ കൊടുത്താൽ മാത്രമേ കിട്ടുമോ കിട്ടില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അപേക്ഷ കൊടുത്തിടുക. ഞാൻ നിങ്ങൾക്ക് ഓരോ സമയമാകുമ്പോഴും VHCയുടെ സപ്ലിമെൻ്ററി വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം.
കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഉറപ്പായിട്ട് ഏതെങ്കിലും സീറ്റിൽ പ്രവേശിപ്പിക്കാം, സഹായിക്കാം എന്ന് ഞാൻ ഏറ്റുപോയതാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ +1ലും ആ രീതിയിൽ ചെയ്യാം. എല്ലാം നിങ്ങളൊന്ന് സ്കൂൾ എവിടെയാണ്, തൊട്ടടുത്ത സ്കൂള്, അതിപ്പോൾ ഒരു 5-6 കിലോമീറ്റർ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ 10ാം ക്ലാസ് വരെ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, +1ലേക്കല്ലേ കടക്കുന്നത്, മുതിർന്ന കുട്ടികളായി. അപ്പോൾ ഇത്തിരി ദൂരം വരെ ഒന്ന് പോയി വരുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കറിയാലോ, പോളിയിലൊക്കെ പോകുന്ന കുട്ടികൾ എത്ര ദൂരമാണ് പോളിയിൽ പോകുന്നത്? വളരെ ദൂരമാണ്, 10-20 കിലോമീറ്ററിന് മേലെ സഞ്ചരിച്ചിട്ടാണ് പോളിയിലൊക്കെ പോകുന്നത്. അതുപോലെ നമ്മൾ +1ലേക്ക് എത്തുമ്പോൾ മുതിർന്ന കുട്ടികളായി, ഇത്തിരി ദൂരം കൂടുതൽ സഞ്ചരിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ കിട്ടണമെന്നുള്ള വാശിയൊന്നും നമ്മൾ വെക്കണ്ട. ഇപ്പം നമുക്ക് ആവശ്യം എന്താ? നമുക്ക് എവിടെയെങ്കിലും പ്രവേശനം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ വീണ്ടും കാണാം. വീണ്ടും പുതിയ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.